ജർമ്മനിയിലെ 3 ഇയേഴ്സ് ആയിട്ടുള്ള ഡിപ്ലോമ പ്രോഗ്രാം ഓസ് ബിൽഡൺ ഒത്തിരി കാൻഡിഡേറ്റ്സും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഈ 3 ഇയർ ഓസ് ബിൽഡൺ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതായത് കാൻഡിഡേറ്റിന് ഒരു ഫീസും ഓസ് ബിൽഡങ്ങിന് പേ ചെയ്യുന്നില്ല, മറിച്ച് അവർക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓസ് ബിൽഡൺ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂസ് നോർമലി എല്ലാ കാൻഡിഡേറ്റ്സിനും അറ്റൻഡ് ചെയ്യണം. ഈ ഇൻ്റർവ്യൂസ് വരുന്നത് ഒന്നിൽ സൂം പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ സ്കൈപ്പ്, അല്ലെങ്കിൽ പ്രീ റെക്കോർഡഡ് വീഡിയോസ് രീതിയിലാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ ഒത്തിരി പേർക്കും പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യാറുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നത്, അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോസ് ആണ് ഇത്. ഒന്നാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യം, ഏത് സോഫ്റ്റ്വെയർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്യുക. സോ ഡൗൺലോഡ് ദ സോഫ്റ്റ്വെയർ ബിഫോർ ഇറ്റ് സെൽഫ്. പ്രോബബ്ലി പലപ്പോഴും ഈ ഒരു സൂം പ്ലാറ്റ്ഫോമാണ് ഇൻ്റർവ്യൂവിന് യൂസ് ചെയ്യുന്നത്. അധികം പേരും ഈ ഒരു സൂം പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നേരത്തെ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യാനുള്ള ടെക്നീക്ക് ഒക്കെയും തന്നെ നേരത്തെ പഠിച്ചിരിക്കുക. ഇൻ്റർവ്യൂയുടെ തൊട്ട് മുമ്പേ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പലപ്പോഴും ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഇൻ്റർവ്യൂവിൽ തന്നെ കാൻഡിഡേറ്റിനെ റിജക്റ്റ് ചെയ്തിരിക്കും. സോ ആ സോഫ്റ്റ്വെയറുമായിട്ട് നല്ലൊരു പരിചയം നിങ്ങൾക്കുണ്ടായിരിക്കണം. യൂസ് ചെയ്യുന്നത് എന്തായാലും ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും അത് പെർഫെക്റ്റ്ലി ചാർജ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ചാർജ് ഇല്ലാതെ വരുമ്പോഴും അപ്പോഴും ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് റിജക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രോപ്പർലി ചാർജ് ചെയ്ത് മൊബൈലും ലാപ്ടോപ്പും ഒക്കെയും തന്നെ യൂസ് ചെയ്യുക. ഒരു 10 മിനിറ്റ് മുമ്പേ എങ്കിലും, നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേ എങ്കിലും നിങ്ങൾ ലോഗിൻ ചെയ്ത് റെഡി ആയിട്ട് ഇൻ്റർവ്യൂവിന് നിൽക്കുക. സോ പങ്ക്ച്വാലിറ്റിയും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ചൂസ് ദ കറക്റ്റ് ലൊക്കേഷൻ ആണ്. എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ ഒരു ഡയറക്റ്റ് നെറ്റ് കണക്ഷൻ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവണം. വൈഫൈ ആണെങ്കിൽ ഇടയ്ക്ക് കട്ടായി പോകാത്ത രീതിയിലുള്ള വൈഫൈ കണക്ഷൻ ആയിരിക്കണം. അടുത്തത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് കഴിയുന്നതും നല്ല രീതിയിലുള്ള ലൈറ്റുള്ള റൂമിലായിരിക്കണം ഇരിക്കുന്നത്. കഴിയുന്നതും ലൈറ്റ് നമ്മുടെ ഫ്രണ്ടിലായിരിക്കണം. പുറകിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻ്റർവ്യൂവറിന് നമ്മുടെ മുഖം ശരിയായി കാണത്തില്ല. അതുകൊണ്ട് ലൈറ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ടിലായിരിക്കണം. തേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൗണ്ട് സെറ്റിങ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സൗണ്ട് സിസ്റ്റം പ്രോപ്പർ അല്ലായെങ്കിൽ പോലും നിങ്ങളുടെ ഇൻ്റർവ്യൂവറിന് അത് പ്രോപ്പർലി കേൾക്കത്തില്ല. നിങ്ങൾക്കാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാരിറ്റി കിട്ടില്ല. സോ സൗണ്ട് സിസ്റ്റം അത് ലാപ്ടോപ്പ് ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും നേരത്തെ തന്നെ അതിൻ്റെ സ്പീക്കർ ആൻഡ് മൈക്രോഫോൺ ഇത് രണ്ടും ചെക്ക് ചെയ്തിരിക്കണം. ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ക്വയറ്റ് ആയിട്ടുള്ള റൂം ആയിരിക്കണം തിരഞ്ഞെടുക്കുന്നത്. ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയുക, ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട്. സൗണ്ടൊന്നുമില്ലാത്ത റൂമാണെങ്കിൽ മാത്രമാണ് അവർക്കും അതൊരു പ്രൊഫഷണൽ വേയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാവുക. ഇനി അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഡ്രസ് പ്രൊഫഷണലി എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾ വീട്ടിൽ നിന്നാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ പോലും നിങ്ങൾ പ്രൊഫഷണലി ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഇംപ്രഷൻ ആ ഒരു ഇൻ്റർവ്യൂവറിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഏത് രീതിയിലാണ് നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നത് അവർ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കും. ആ ഡ്രസ്സിങ്ങിൽ ഉറപ്പായിട്ടും നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ മീറ്റിംഗ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. സോ പ്രൊഫഷണലി നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക. ഓവർ മേക്കപ്പോ ഒന്നും ഇടാനായിട്ടല്ല പറയുന്നത്, ബട്ട് നീറ്റ് ആൻഡ് ടൈഡി ഡ്രസ് ഉറപ്പായിട്ടും ഇട്ടിരിക്കണം. സോ സിക്സ്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ്ലി വെബ് ക്യാമിനകത്തേക്കാണ് നോക്കേണ്ടത്. സ്ക്രീനിൽ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എംപ്ലോയറിന് നേരെ അല്ല നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെബ് ക്യാമിലേക്ക് നോക്കിയിട്ട് തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വെബ് ക്യാമിലേക്ക് നോക്കി നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ, ഇത് പൊലൈറ്റായിട്ട് നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെബ് ക്യാമിലേക്ക് നോക്കിയിട്ട് അതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് മീറ്റിംഗ് ആയിട്ട് തന്നെ അവർ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ റെക്കോർഡിംഗ് നിങ്ങൾ ഒന്നുകൂടെ വ്യൂ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നൊക്കെയും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ സെവൻത് പോയിൻ്റ് എന്ന് പറയുന്നത് ഗെറ്റ് യുവർ സെൽഫ് റെഡി ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉറപ്പായിട്ടും നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നായിരിക്കും. ജർമ്മൻ ഈ ഒരു ഇൻ്റർവ്യൂസ് ഒക്കെയും ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് നോർമലി ചെയ്യുന്ന കാര്യം കുറച്ച് സെൻറ്റൻസ് ബൈ ഹാർട്ട് ചെയ്ത് അതാണ് പ്രസൻറ്റ് ചെയ്യുന്നത്.
അപ്പോഴെല്ലാവരും ഒരേ സെൻറ്റൻസ് പ്രസൻറ്റ് ചെയ്യുമ്പോഴേക്കും എംപ്ലോയറിന് കൃത്യമായിട്ട് മനസ്സിലാകും ആൾ ഇത് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. സോ പലപ്പോഴും ഈ ഒരു രീതിയിലും റിജക്ഷൻസ് വരാം. സോ ബൈ ഹാർട്ട് ചെയ്ത് പറയുന്നതാണ് എന്ന് ഒരിക്കലും എംപ്ലോയറിന് ഫീൽ ചെയ്യരുത്. സോ ഒരു നാച്ചുറൽ ആയിരിക്കണം നിങ്ങളുടെ സംസാരം, പൊളൈറ്റായിട്ട് സംസാരിക്കുക. ആൻഡ് പ്ലസ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യുക. സോ അതിന് നിങ്ങൾക്ക് ഓർത്തിരിക്കാവുന്ന ഒരു ഷോർട്ട് ഫോം ഉണ്ട്, സീറ്റ്, SEAT. എസ് നമ്മുടെ സ്കില്ല്, എന്തൊക്കെയാണ് എൻ്റെ സ്കിൽസ് എന്നുള്ളത് നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ബ്രീഫായിട്ട് വ്യക്തമാക്കാം. E is for education and experience. നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ക്ലാരിറ്റി കൊടുക്കാം. A is for the achievements. നിങ്ങൾ സ്വന്തം ഉള്ള നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, പ്രോബബ്ലി B2 എന്ന് നല്ലൊരു സ്കോർ, അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റാണ്. അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ വേണമെങ്കിൽ ആഡ് ചെയ്തിരിക്കാം. ഓർ ഈവൻ നമ്മുടെ എന്തെങ്കിലും ഒരു അവാർഡൊക്കെ കിട്ടിയിരിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റായിട്ട് ആഡ് ചെയ്യാം. ആൻഡ് T is for the type of person. സോ നഴ്സിംഗ് ഫീൽഡ് ആകുമ്പോഴേക്കും ആ എംപ്ലോയറും നോർമലി നോക്കുന്നത് ഒരു കെയറിങ് പേഴ്സണെയാണ്. സോ അത് അവർക്ക് ജെന്യുവൻ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കും. ബട്ട് ഡോണ്ട് എക്സാജറേറ്റ്. എന്താണോ ട്രൂത്ത് അത് തന്നെ കഴിയുന്നതും സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. 8th എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജ് ആണ്. സോ സിറ്റ് അപ്രൈറ്റ്, നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങളും പ്രൊഫഷണലായിട്ട് തന്നെ എംപ്ലോയറിൻ്റെ ഇൻ്റർവ്യൂ ആണ്. സോ നിങ്ങളും ആ രീതിയിൽ വേണം ഡീൽ ചെയ്യാനായിട്ട്. ഒരു റിജക്ഷൻ, ഒരു കാൻഡിഡേറ്റിന് റിജക്റ്റ് ചെയ്തിരുന്നത് അവൻ ഇരുന്ന് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് അവൻ തല ചൊറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. അതൊന്നും ഒരു പ്രൊഫഷണൽ രീതിയായിട്ട് കൺസിഡർ ചെയ്യില്ല. സോ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ യു ഷുഡ് ബിഹേവ് ഇൻ എ പ്രൊഫഷണൽ മാനർ. സ്മൈൽ അറ്റ് ദ ഇൻ്റർവ്യൂവർ ആസ് മച്ച് ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. സ്മൈലിംഗ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും. അതുകൂടാതെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ജർമ്മൻസുമായിട്ടാണ് വരുന്നത്. സോ ലിസൺ ടു ദെം പ്രോപ്പർലി. ശരിയായി കേട്ട് അതിനനുസരിച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ പലപ്പോഴും ആദ്യമായിട്ട് ജർമ്മൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോഴേക്കും പലരും പതറാനുള്ള സാധ്യതയുണ്ട്. സോ ലിസൺ ടു ജർമ്മൻ ഓഡിയോസ്. സോ യു വിൽ ബി ഫെമിലിയർ വിത്ത് ഹൗ ദ ജർമ്മൻസ് സ്പീക്ക്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റെക്കോർഡിംഗ് എടുത്ത് നിങ്ങൾ തന്നെ കാണുക. സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഒക്കെയും കാണുമ്പോഴും ഇഫ് യു ആർ ഇംപ്രസ്ഡ് ഷുവർലി നിങ്ങൾക്ക് ആ എംപ്ലോയറിനെയും ഇംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ 9th വൺ ഇസ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു പ്രോപ്പർ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്കുണ്ടാവണം. ഹോസ്പിറ്റലിൽ പല കാറ്റഗറി അവൈലബിൾ ഉണ്ട്. അതായത് നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്, സെയിൽസിന് പോകുന്ന ഒരാളോട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മെക്കാട്രോണിക് ഹോസ്പിറ്റലിങ്ങിന് പോകുന്ന ഒരാളോട് ക്വസ്റ്റ്യൻസ് ഡിഫറെൻ്റ് ആണ്. സോ ഇതിനൊക്കെയും തന്നെ ഒരു പ്രോപ്പറായിട്ട് ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യുക. അതാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏത് ചോദ്യമാണ് എനിക്ക് വരാൻ പോകുന്നത്. സോ അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. 10th എന്ന് പറയുന്നത് ഹാവ് ക്വസ്റ്റ്യൻസ് അറ്റ് ദി എൻഡ് എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്യുന്നത് എംപ്ലോയർ കാൻഡിഡേറ്റിനോട് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ളത്. പല കാൻഡിഡേറ്റ്സും പറയുന്നൊരു ഉത്തരം ഇല്ല, എനിക്കൊന്നും ചോദിക്കാനില്ല എന്നുള്ളതാണ്. അത് ഒരു തെറ്റായ രീതിയാണ്. മറിച്ച് യു ഷുഡ് ഹാവ് ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ടു ദി എംപ്ലോയർ. അപ്പോൾ എംപ്ലോയറിനെ പറ്റി പ്രോപ്പർലി പഠിച്ചിട്ട് മാത്രം ഇൻ്റർവ്യൂവിനിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലേക്കാണ് പോകുന്നതെങ്കിൽ ആ കമ്പനിയെപ്പറ്റി ഒന്ന് പ്രോപ്പർലി പഠിച്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നേരത്തെ തന്നെ അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ അവർക്കും മനസ്സിലാകും നിങ്ങൾ ആ ഒരു കമ്പനിയെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളത്. സോ അതും ഒരു പ്രൊഫഷണൽ രീതിയായിട്ട് കൺസിഡർ ചെയ്യും. സോ ദിസ് ഇസ് ദ 10th പോയിൻറ്റ്. അപ്പോൾ ഹോസ്പിറ്റലിങ്ങിന് മുമ്പായിട്ട് നിങ്ങളൊരു പ്രോപ്പർ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസൊക്കെയും തന്നെ ക്രാക്ക് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കൂടുതലും ജർമ്മൻ ഓഡിയോസൊക്കെയും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക. അതും ജർമ്മൻസ് എങ്ങനെയാണ് ജർമ്മൻ പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സോ ലിസൺ ടു ജർമ്മൻ ഓഡിയോസ് ആൻഡ് ദാറ്റ് ടു ജസ്റ്റ് ബിഫോർ ദ ഇൻ്റർവ്യൂ. അപ്പോഴങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ജർമ്മൻ കേട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നല്ല രീതിയിൽ ഓസ്ബിൽഡിംഗ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനൊക്കെയും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഓസ്ബിൽഡിംഗ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് സോഫ്റ്റ്വെയർ അത് നേരത്തെ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കണം. സൗണ്ട് സെറ്റിങ്സും ഒക്കെയും തന്നെ ചെക്ക് ചെയ്യുക. മൈക്രോഫോൺ, നല്ല രീതിയിലുള്ള ലൊക്കേഷൻ അത് ഉറപ്പായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിക്കോസ് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ ജർമ്മൻസ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആൻഡ് പ്ലസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ അത് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സീറ്റ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കില്ല് കൂടെ ആഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് സ്കിൽ എന്നുള്ള കാര്യം കൂടെ എഴുതി വെച്ചേക്കുക. എഡ്യൂക്കേഷൻ, ഇ ഈസ് ഫോർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളും അതിനകത്ത് ആഡ് ചെയ്ത് വെച്ചേക്കുക. എ ഈസ് ഫോർ അച്ചീവ്മെൻറ്റ്സ്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് അവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലിബറുള്ള ഒരാളാണ് എന്ന് അവർക്കും മനസ്സിലാകും. ആൻഡ് എക്സ്പ്ലെയിൻ വാട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ യു ആർ, ദാറ്റ് ഈസ് ദ ടീ. അപ്പോൾ ആ ടീൻ്റെ കാര്യവും നിങ്ങൾക്ക് പറയാം, എന്ത് തരത്തിലുള്ള ഒരാളാണ്, അവർക്കും മനസ്സിലാകും ഏത് രീതിയിൽ ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യണം എന്നൊക്കെ. നിങ്ങളുടെ ബോഡി ലാംഗ്വേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ യു ദ വേ യു സെറ്റ് ആൻഡ് പ്ലസ് ദ വേ യു ഡ്രസ്. നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഡ്രസ്സ് ചെയ്യുക. ഉറപ്പായിട്ടും ഒത്തിരി മേക്കപ്പ് ഇടണം എന്നല്ല ഉള്ളത്, മറിച്ച് നല്ല പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെയും തന്നെ നിങ്ങൾ ഏകദേശം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓസ്ബിൽഡിംഗ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് പ്ലസ് യെസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഓസ്ബിൽഡിംഗ് ജർമ്മൻ ലാംഗ്വേജ്. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ ഒരു ജർമ്മൻ ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾ ദ ബെസ്റ്റ്. MedCity International Academy. Trusted hands forever.